പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായി തിരുവാൻ ദൈവം തന്ന നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 103:5 നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. പ്രിയ മക്കളെ, നമ്മുടെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന നല്ലൊരു പിതാവ് നമ്മോടൊപ്പം ഉള്ളപ്പോൾ നമ്മുടെ യൗവനം നഷ്ടപ്പെട്ടുവെങ്കിൽ നാം അത് പുതുക്കുവാൻ ദൈവസന്നിധിയിൽ തന്നെ ഇരുന്നേ മതിയാകുകയുള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:31 പറയുന്നുണ്ട്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രിയ മക്കളെ, കാത്തിരിക്കുന്നവർക്കാണ് തൻ്റെ ശക്തിയെ പുതുക്കി ലഭിക്കുന്നത്. നോക്കൂ, യഹോവയെ കാത്തിരിക്കുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി യഹോവയിൽ ആശ്രയിക്കുക എന്നതാണ്. യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഒരു നാളും കൈവിടുകയില്ല. ഹല്ലേലൂയ. അവരെ പൂർണ്ണമായി നടത്തുവാൻ ദൈവം ശക്തനാണ്. സങ്കീർത്തനങ്ങൾ 25:3 മുതലുള്ള വാക്യങ്ങളിൽ യഹോവയുടെ സഹായവും ഉറവിടവും എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. 25:3 പറയുന്നു, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നു. പ്രിയ മക്കളെ, ദിവസം മുഴുവനും ദൈവത്തെ കാത്തിരിക്കുവാൻ നമുക്ക് ആകാംക്ഷ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നാം ഒരു വ്യക്തിയെ, അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയെ നാം എങ്ങനെ കാത്തിരിക്കുന്നുവോ അതിലുപരിയായിട്ട് വേണം നമ്മുടെ കർത്താവിനെ നാം കാത്തിരിക്കുവാൻ. ഹല്ലേലൂയ. 27:14 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. ഹല്ലേലൂയ. യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് ധൈര്യപ്പെട്ടിരിക്കുവാനും അവരുടെ ഹൃദയം ഉറച്ചിരിക്കുവാനും സാധിക്കും. ഹല്ലേലൂയ. യഹോവയിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ പ്രിയ മക്കളെ, നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. 103 സങ്കീർത്തനം 13 വാക്യത്തിൽ പറയുന്നുണ്ട്, അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ മക്കളോട് ഹല്ലേലൂയ കരുണ തോന്നുന്നു, ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഹല്ലേലൂയ. നാം നമ്മുടെ മക്കളെ എങ്ങനെ ഹല്ലേലൂയ കാത്തു പരിപാലിച്ച് സൂക്ഷിക്കുന്നുവോ അതിലുപരിയായിട്ടാണ് ദൈവം തൻ്റെ മക്കളെ കാത്തു പരിപാലിക്കുന്നത്. ഹല്ലേലൂയ. നാമാണ് നമ്മുടെ ഹല്ലേലൂയ ഒരു കാത്തിരിപ്പിൽ ഒരു ക്ഷീണമൊക്കെ വന്ന് ഭവിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മെ ക്ഷീണിക്കാതെ നമ്മെ കാത്തു പരിപാലിക്കും. ഹല്ലേലൂയ. നമ്മെ പരിപാലിക്കുന്ന ആ നല്ല അപ്പച്ചൻ്റെ കരത്തിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. ഹല്ലേലൂയ. അതായത് ദൈവത്തിനോടുള്ള നമ്മുടെ ഭയം വീണ്ടെടുപ്പിൻ്റെ ഭയമാണ്. ഹല്ലേലൂയ. സത്യമായി ദൈവത്തെ ഭയപ്പെടുന്നവരോട് ദൈവം കരുണ കാണിക്കുകയാണ്. ഹല്ലേലൂയ. അതായത് നമ്മെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ദൈവകൃപ അന്വേഷിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു കാത്തിരിപ്പ് ഹല്ലേലൂയ ശക്തിയും വാഗ്ദത്തങ്ങളും ലഭിക്കുന്നതാണ്. ഹല്ലേലൂയ. നാം കുഴഞ്ഞു ക്ഷീണിച്ച് ഹല്ലേലൂയ ഇരിക്കുമ്പോൾ, അതായത് ക്ഷീണിച്ച് നമുക്കൊന്നും സാധിക്കുകയില്ല, പ്രയാസവേളകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ആ ഹല്ലേലൂയ നമ്മെ കാത്തു പരിപാലിക്കുന്ന, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന, വീണ്ടും ജീവിപ്പിക്കുവാനുള്ള ദൈവശക്തി നമുക്ക് അപ്പച്ചനിൽ നിന്ന് ലഭിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, ഒരു കഴുകൻ ഉയരെ പറക്കുന്നത് പോലെ നമ്മുടെ പ്രയാസങ്ങളെ അതിജീവിച്ച് തരണം ചെയ്തു പോകുവാനുള്ള ഉയരത്തിലെ ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ.
അപ്പച്ചൻ ഉയരത്തിലെ ശക്തി നമ്മുടെ അടുക്കലേക്ക് അയക്കുമ്പോൾ പ്രിയ മക്കളെ നമുക്ക് ശക്തി ലഭിക്കും. നമുക്ക് ഉയരത്തിലേക്ക് പറക്കുവാൻ, നമ്മുടെ ഭാരങ്ങൾ മാറുവാൻ, പ്രയാസങ്ങൾ മാറുവാൻ, നമ്മുടെ കഷ്ടതകൾ നീങ്ങിപ്പോകുവാൻ, നമ്മളുടെ പ്രതിസന്ധികൾക്ക് ഒരു മാറ്റം ഉണ്ടാകുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. പലപ്പോഴും ആത്മീയ ഹല്ലേലൂയ ക്ഷീണങ്ങൾ കടന്നു വരാം. എങ്കിലും അതിൽ ഹല്ലേലൂയ നമ്മൾ ക്ഷീണിക്കാതെ ഓടുവാനും സ്ഥിരമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ മുന്നോട്ട് പോകുവാനുള്ള ദൈവകൃപ നമുക്ക് ലഭിക്കുകയും ചെയ്യും. പ്രിയ മക്കളെ, നാം ഒരിക്കലും ക്ഷീണിച്ചിരിപ്പാനല്ല ഈ ദിവസങ്ങളെ ആഗ്രഹിക്കേണ്ടത്. നാം ക്ഷീണിച്ചിരുന്നാലും നമ്മെ ശക്തിയാൽ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കണം. ഹല്ലേലൂയ. നാം ക്ഷമയോടെ ഹല്ലേലൂയ കാത്തിരുന്ന് വാഗ്ദത്തങ്ങൾക്കായിട്ട് ഹല്ലേലൂയ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി നാം കാത്തിരിക്കണം. അതായത് കാത്തിരിപ്പ് ഒരു ദൈവിക പൈതലിനെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. നോക്കൂ, അബ്രഹാം തൻ്റെ വാഗ്ദത്തത്തിനായിട്ട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മെ എങ്ങനെയാണ് കാത്തു പരിപാലിക്കുന്നത്, നാം നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ സൂക്ഷിക്കുന്നുവോ അതിലുപരിയായിട്ട് ദൈവം നമ്മെ പരിപാലിക്കും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ഒരു സുഖമില്ലാതെ ഹല്ലേലൂയ ശാരീരിക അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന ഒരു കുഞ്ഞിനെ നാം എത്രമാത്രം സംരക്ഷണയോടെ കാത്തു പരിപാലിക്കുന്നു, അതിന് സൗഖ്യം ലഭിക്കുന്നത് വരെ നാം എങ്ങനെ അതിനെ കരുതുന്നോ അതിലുപരിയായിട്ടാണ് ഹല്ലേലൂയ അപ്പച്ചൻ്റെ കരങ്ങളിൽ നമ്മെ കാത്തു പരിപാലിക്കുന്നത്. ഹല്ലേലൂയ. കാത്തിരിക്കുമ്പോൾ നന്മയും കരുണയും നമുക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 23:6 പറയുന്നുണ്ട്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഹല്ലേലൂയ. ദാവീദിന് ഹല്ലേലൂയ സങ്കീർത്തന ഭാഗങ്ങളിലൂടെ പറയുവാൻ കഴിയും. ഹല്ലേലൂയ. യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ഹല്ലേലൂയ. എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പ്രിയ മക്കളെ, എന്നേക്കും കർത്താവിനോട് വസിക്കുന്ന ജീവിതങ്ങളായി നമുക്കുമായി തീരാം. ഹല്ലേലൂയ. യോബ് നോക്കൂ, 22:21 പറയുന്നുണ്ട്, നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. ഹല്ലേലൂയ. ഭാരവും പ്രയാസവും കടന്നു വരുമ്പോഴും ദൈവത്തെ തള്ളിപ്പറയുന്നവരായിട്ടല്ല, ചേർന്ന് നിൽക്കുന്ന ഹല്ലേലൂയ ദൈവത്തോട് ഇണങ്ങി ഹല്ലേലൂയ നമുക്കായിത്തീരാം. ഹല്ലേലൂയ. പിറുപിറുപ്പ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എങ്കിലും പ്രിയ മക്കളെ, കർത്താവ് നമ്മെ കരുതും. ഹല്ലേലൂയ. നമ്മെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ. ദൈവത്തോട് ഇണങ്ങി സമാധാനമായിരിക്കുമ്പോൾ നമുക്ക് നന്മ കടന്നു വരും. ഹല്ലേലൂയ. നാം നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. സമാധാനമില്ലാതെ ഇരിക്കുന്നവർക്ക് ഹല്ലേലൂയ എവിടെ നിന്നാണ് സന്തോഷം ലഭിക്കുന്നത്? പ്രിയ മക്കളെ, സന്തോഷമായി ജീവിക്കുന്നവർക്കാണ് ഹല്ലേലൂയ ജീവിക്കുന്നവർക്ക് നന്മയും കരുണയും ലഭിക്കും. പ്രിയ മക്കളെ, അവർ യഹോവയുടെ ആലയത്തിലെ ദീർഘകാലം വസിക്കും. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ ആലയത്തിൽ നമുക്ക് വസിക്കുന്നവരായി, കർത്താവിൻ്റെ പാത പിൻപറ്റുന്നവരായി, ഹല്ലേലൂയ സ്ഥിരമായിട്ട് കർത്താവിന് വേണ്ടി ഓടുന്നവരായി നമുക്കായി തീരാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രിയ മക്കളെ, നമ്മെ കൈവിടാതെ കാത്തു പരിപാലിക്കുന്ന നല്ല കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കണം ഈ നാളുകളിൽ ഹല്ലേലൂയ നന്മ കൊണ്ട് നമ്മെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമുക്ക് വേണ്ടുന്നതായ നന്മകൾ ഓരോന്നും നൽകിത്തരും. ഹല്ലേലൂയ. എന്നും ഒരുപോലെ ഇരിക്കുവാനല്ല നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. നാം പോയി കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ജീവിക്കണം. കർത്താവിൻ്റെ സത്യസുവിശേഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നവരായി തീരണം. കർത്താവ് തരുന്ന താലന്തുകളെ വേണ്ടും പോലെ വ്യാപാരം ചെയ്യുവാൻ, നന്മകളാൽ നമ്മളെ നിറയ്ക്കുന്ന അപ്പച്ചൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നാം നന്മ അനുഭവിക്കുന്നത് പോലെ നമ്മുടെ കൂട്ടുജീവിതങ്ങളും നന്മ അനുഭവിപ്പാൻ ഇടയായി തീരട്ടെ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ മക്കളെ, ദാവീദിനെ പോലെ നമുക്കും പറയാം, ഹല്ലേലൂയ ഞാൻ ദീർഘകാലം യഹോവയുടെ ആലയത്തിൽ വസിക്കും. കർത്താവ് തരുന്ന ആയുസ്സ് കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി തന്നെ ഉപയോഗപ്രദമാക്കുവാൻ നമുക്ക് ആയിത്തീരാം. ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ ശക്തിപ്പെട്ട് ബലപ്പെട്ട് ജീവിപ്പാൻ ഇടയാകണമേ. ഹല്ലേലൂയ. പലപ്പോഴും പലവിധമായ പ്രയാസങ്ങൾ കടന്നു വന്ന് ശക്തി ക്ഷയിച്ചായിരിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പാ. ദൈവമേ, അവരോടൊക്കെ ഈ ദിവസങ്ങളിൽ സംസാരിക്കണമേ. വചനം കേൾക്കുന്ന മക്കളോട് സംസാരിക്കണം. അവരുടെ ശക്തി പുതുക്കി കൊടുക്കണം. കർത്താവെ, ബലപ്പെടുവാൻ
പ്രാപിപ്പാൻ ഇടയാകണമേ. ഇന്നത്തെ വചനത്തിൽ അവർ ശക്തി പ്രാപിപ്പാൻ, കർത്താവിന് വേണ്ടി ഹാലലിയ ജീവിക്കുന്നവരായി തീരുവാൻ എൻ്റെ ദൈവമേ സഹായിക്കണമേ. കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, അടിയൻ്റെ കുറവ് ക്ഷമിക്കണം കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ എല്ലാവരെയും പൊതിയണം, സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ.